പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 16 തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക്, ഒരു വീക്കെൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലമെന്ന് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനനനാൾ മുതൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ ഈ നിമിഷം വരെയും അനുഭവിച്ച എല്ലാ നന്മകൾക്കും കൃപകൾക്കും ദാനങ്ങൾക്കും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവചനം 46 അധ്യായം 4 വാക്യം. ഐസയ ചാപ്റ്റർ 46 വേഴ്സ് 4 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരെയും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ തൻ്റെ ജനമായ ഇസ്രയേൽ ഗ്രഹത്തോട്, യാക്കോബ് ഗ്രഹത്തോട് പ്രവാചകനായ യെശയ്യാവിൽ കൂടെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനമായി ലഭിച്ചത്. ഇന്ന് എല്ലാ മനുഷ്യരും ഒരു അൺസർട്ടനിറ്റിയിലാണ് ജീവിക്കുന്നത്. ഒന്നിലും ഒരു സ്ഥിരതയില്ല, മനസ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, തൃപ്തിയില്ല, സന്തോഷമില്ല. പണമില്ലാഞ്ഞിട്ടാണോ? അല്ല. മക്കളില്ലാഞ്ഞിട്ടോ, ഭവനമില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു 30-40 വർഷം പുറകിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇന്ന് നാം ജീവിക്കുന്നത്? അല്ല. നമ്മുടെ പിതാക്കന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പാടുപെട്ടു, പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടു. പക്ഷെ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അടുത്ത തലമുറകളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. ലോകത്തിന്റെ എല്ലാ കോണുകളിലും ദൈവം അവരുടെ തലമുറയെ മാനിച്ച് ഉയർത്തി ആക്കിയിരിക്കുന്നു. എന്നാലും നമുക്ക് ഒരു തൃപ്തിക്കുറവ്, ഒരു സന്തോഷക്കുറവ്, ആകമാനം ഒറ്റപ്പെട്ട ഒരു തോന്നൽ. എല്ലാമുണ്ട്, എല്ലാവരുമുണ്ട്, പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒന്നുമില്ല, ഏതുമില്ല, ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ഈ ശനിയാഴ്ച ദിവസം രാവിലെ ഈ നിലയിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ ആൺമക്കളുടെ കൂടെയോ പെൺമക്കളുടെ കൂടെയോ ജീവിക്കുന്ന പേരൻസ് ആയിരിക്കാം എന്നെ കേൾക്കുന്നത്. അല്ല, നിങ്ങൾ തന്നെ ചില സ്ഥാനങ്ങളിൽ ആയിരിക്കാം. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു ശൂന്യത, അസ്വസ്ഥത. അത് എന്താണെന്ന് മറ്റൊരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പറഞ്ഞറിയിക്കത്തക്കവണ്ണം ഒന്നുമില്ലതാനും. പിന്നെ അഭിമാനം കൊണ്ടോ ദുരഭിമാനം കൊണ്ടോ ആരോടും പറയാതെ സന്തോഷം അഭിനയിച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇതൊക്കെയല്ലേ പ്രിയമുള്ളവരെ ശരിക്കും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ അല്ലായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിൽ കൂടെ പോകുന്നവരോടും യെശയ്യാ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്: നിങ്ങളെ നരയ്ക്കുവോളം ചുമക്കുന്ന ഞാൻ അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്, ശക്തനായ ദൈവമാണ്. നിങ്ങളുടെ വാർദ്ധക്യം വരെ
നിങ്ങളുടെ അവസാന നാൾ വരെ പരിപാലിപ്പാൻ ഞാൻ വിശ്വസ്തനാണ്. ആ വാക്യം അവസാനിക്കുമ്പോൾ പറയുകയാണ്, ഇത് വെറുതെ പറയുകയല്ല, ഒരു ഭംഗി വാക്കോ സാഹിത്യവാക്കോ സാധാരണ പ്രാസംഗികരും സുവിശേഷകരും പറയുന്നത് പോലെ പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും, അനുഗ്രഹിക്കും, വിഷമിക്കണ്ട, ദൈവം കാക്കും എന്ന് വെറുതെ പറയുകയല്ല. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. ആ ദൈവം പറയുകയും വിടുവിക്കുകയും വഹിക്കുകയും ചെയ്ത ദൈവമാണ്, കാണിച്ചു തന്നിരിക്കുന്ന ദൈവമാണ്. അല്ലാതെ വെറുതെ ശൂന്യാകാശത്ത് വാക്കുകൊണ്ട് അമ്മാനമാടുന്ന സാധാരണ മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യനല്ല. അതെ, നമ്മെപ്പോലെ മനുഷ്യനല്ല ദൈവം. ഭോഷ്ക് പറയുകയില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിവിധങ്ങളായിട്ടുള്ള ജീവിതത്തിന്റെ വേദനയിൽ കൂടെ കടന്നു പോകുന്നവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങളിൽ നിന്നും മാറി താമസിക്കുന്നവർ, പ്രതികൂലത്തിലായിരിക്കുന്നവർ, രോഗത്താൽ ക്ഷീണത്താൽ വ്യാകുലപ്പെടുന്നവർ, ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ, മുൻപോട്ട് നോക്കുമ്പോൾ എങ്ങനെ ജീവിക്കും, എന്തായിരിക്കും എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥ, ഇങ്ങനെ നിരവധി അനവധി ദൈനംദിന ജീവിതത്തിന്റെ പ്രതിസന്ധിയാൽ വ്യാകുലത്തിലും മനോവ്യഥയിലുമായിരിക്കുന്ന മാതാവേ, പിതാവേ, പ്രിയ സഹോദര സഹോദരി, ഭാവിയെ നോക്കി ആശങ്കപ്പെട്ട് സങ്കടത്തോടെ വിഷണ്ണനായി നിൽക്കുന്ന എൻ്റെ യുവജന സുഹൃത്തെ, പ്രിയ ദൈവ പൈതലേ, എന്നെയും നിങ്ങളെയും നരയ്ക്കുവോളം ചുമക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ള അനന്യനായ ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൈവം ഇന്ന് പകൽ നിങ്ങളെ പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നടത്തട്ടെ, കരുതട്ടെ, തന്റെ കൃപയാൽ കരങ്ങളിൽ വഹിക്കട്ടെ. വെറും വാക്ക് പറയുന്നവനല്ല നമ്മുടെ ദൈവം. തന്റെ ജനമായ യാക്കോബ് ഗൃഹത്തോട്, ഇസ്രായേൽ ജനതയോട് വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളെ വഹിക്കുകയും ചുമക്കുകയും ചെയ്ത ദൈവമാണ്. കഴിഞ്ഞ നാളുകളിൽ തിരിഞ്ഞു നോക്കിക്കാട്ട്. വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും രോഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളുടെ ഒക്കെ മധ്യേ ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച സ്ഥാനങ്ങളില് തമ്പുരാൻ ഇന്നുവരെ നടത്തിയില്ലേ, ഇന്നുവരെ പരിപാലിച്ചില്ലേ? നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാ. ആകയാൽ ഈ പകൽ ആ ദൈവം എന്നെ നിങ്ങളെ പോറ്റുവാൻ മതിയായവനും വിശ്വസ്തനുമാ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പകൽ പരിപൂർണമായി ഏൽപ്പിക്കുക. ഇന്നത്തെ വാഗ്ദത്ത വചനം പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന 60 വയസ്സിന് മുകളിലുള്ള അമ്മമാർ, എന്റെ പ്രിയ പിതാക്കന്മാർ ആവർത്തിച്ചു വായിക്കണം. ആ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവവചനം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കും, നിശ്ചയമായും ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുക. ഈ വാക്യം കാണാതെ പഠിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് ഉദ്ധരിക്കുക, ഉരുവിടുക. നിങ്ങൾ അറിയാത്ത ഒരു ശക്തി, ധൈര്യം നിങ്ങളിൽ പകരും. നിങ്ങളുടെ ആത്മശക്തിയിൽ ഹൃദയത്തിന്റെ ചിന്തകളും വ്യാകുലതകളും ഒക്കെ മാറും. വചനത്തിൽ ബലപ്പെടുക. അതുകൊണ്ട് ഒന്നുമോർത്ത് ഭാരപ്പെടേണ്ട. നമ്മളെ കാക്കുന്ന, പരിപാലിക്കുന്ന ശക്തനായ, അനന്യനായ, നമ്മെ ചുമക്കുന്ന, വഹിക്കുന്ന ദൈവം ജീവിക്കുന്നു. എന്നെ കേൾക്കുന്നവരിൽ ചിലർ വിചാരിക്കും, എനിക്ക് 2 ആൺമക്കളുണ്ട്, 3 ആൺമക്കളുണ്ട്, 4 പെൺമക്കളുണ്ട്, എന്നെ നോക്കും. ദയവേത് നിങ്ങൾ അങ്ങനെ ദിവാസ്വപ്നമൊന്നും കാണരുത്. കാലം വളരെ മാറിയിരിക്കുന്നു. നിങ്ങളെ നോക്കുമെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം ആ കുഞ്ഞുങ്ങളെയും കർത്താവ് വരെ അവരുടെ തലമുറയും അനുഗ്രഹിക്കട്ടെ. പക്ഷേ 99% സ്വപ്നങ്ങളായി അവശേഷിക്കുകയും
ജീവിതത്തിന്റെ വേദനയോടെ, നിരാശയോടെ ഈ ലോക ജീവിതം കഴിക്കുകയും ചെയ്യുന്നവരാണ് ഒട്ടുമുക്കാൽ പേരും. അങ്ങനെയുള്ള നിരാശയിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അമിത പ്രതീക്ഷയോടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിൽ ആരിലും പ്രതീക്ഷ ഏൽപ്പിക്കരുത്. ഇന്നത്തെ വചനത്തിലും ദൈവത്തിലും പ്രതീക്ഷ അർപ്പിക്കുക. അങ്ങനെ സ്തോത്രത്തോടെ മുൻപോട്ട് പോകുക. ആരില്ലെങ്കിലും തമ്പുരാൻ എനിക്ക് തുണയാണ്. അനന്യനായ ദൈവം എന്നെ ചുമക്കും. നരയ്ക്കുവോളം, വാർദ്ധക്യത്തോളം എന്നെ പോറ്റുവാൻ, വഹിക്കുവാൻ മതിയായവനും വിശ്വസ്തനുമാ. ഈ ഒരു ഉറപ്പിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. നിശ്ചയമായും നിങ്ങളുടെ മക്കളിൽ കൂടെ, മരുമക്കളിൽ കൂടെ, കൊച്ചുമക്കൾ കൂടെ, സഹോദരങ്ങൾ കൂടെ പുതുവഴിയെ തുറന്ന് കൃപയോടെ നടത്തുവാൻ മതിയാവന. ഈ ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇന്ന് പകൽ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന വേദനകളും പ്രയാസങ്ങളും എനിക്കറിയത്തില്ല, ദൈവത്തിനറിയാം. ആ ദൈവം ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാ. ആ ദൈവത്തിന്റെ കൃപയിൽ, കരുതലിൽ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഉറപ്പും ധൈര്യവും ദൈവകൃപയും നൽകി കൃപയോടെ നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് ഞങ്ങളെ ഇവിടുന്ന് പ്രവേശിപ്പിച്ചല്ലോ. യെശയ്യാ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് കൊടുത്ത വലിയ ദൂത് ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, വാർദ്ധക്യ സഹജമായ വിഷയങ്ങൾ, ഇതൊക്കെ ഞങ്ങളെ അലട്ടുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പതറുന്നവരാ, സംശയിക്കുന്നവരാ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിൻപോട്ട് പോകുന്നവരാ. എന്നാൽ വചനം ഞങ്ങളോട് ഇന്ന് വളരെ ശക്തമായി ഇടപെട്ടല്ലോ. അനന്യനായ ഒരു ദൈവം, നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവം, ആര് കൈവിട്ടാലും തന്റെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം. ഇത് പറയുകയല്ല, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ വഹിക്കുകയും ചുമക്കുകയും ചെയ്ത ദൈവം അവർക്ക് നൽകിയ വലിയ ഹെവൻലി അഷ്വറൻസ് ആയിരിക്കാൻ സ്തോത്രമപ്പ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാകണം. ഈ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രായത്തിലുള്ള എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ ഉള്ളത്തിലെ ആകുലതകൾ, ഭയങ്ങൾ, ആശങ്കകൾ എന്റെ യേശുപ്പച്ചൻ മാറ്റി ഇന്നത്തെ ദൈവജനം അവരുടെ ഹൃദയത്തിലാക്കണം. ധൈര്യം നൽകണം, പ്രതീക്ഷ നൽകണം. കർത്താവിൽ കൂടെയുള്ള പ്രത്യാശയിൽ കൂടെ മുന്നേറുവാൻ സഹായിക്കണം. സകല നന്മകളാലും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, നമ്മുടെ ഏകാന്തത മാറ്റട്ടെ, സകല സംശയ വിചാരങ്ങളും എടുത്തു മാറ്റട്ടെ. സ്വർഗീയ പ്രത്യാശയും ധൈര്യവും നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. അങ്ങനെ അനന്യനായ ഈ ദൈവം നമ്മെ ചുമക്കുകയും വഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഈ ദൈവം ഇന്നത്തെ പകൽ തന്റെ കൃപയാൽ നമ്മെ കരുതട്ടെ. എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും സമാധാനവും ജീവജലത്തിന്റെ ശ്രോതാക്കളായ നിങ്ങളുടെ മേൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.